വാട്ടർഫോൾസ്, സാൻഡ് ഫോൾ. സാധാരണ എല്ലാരും വാട്ടർ പാർക്ക് ചെയ്ത് വെള്ളക്കളിയാണ്. ഇവിടെ എല്ലാരും സാൻഡ് കളിയാണ്. കണ്ട കുത്തിയിരുന്നൊക്കെ കളിക്കുന്നു. ഓ വാട്ടർ ചോൺ നേരെ ചെന്ന് സൂം ഔട്ട് ചെയ്യടി. ഇവിടെ മഴ എടിക്കണ്ട. ടിക്കൂസിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവന് വിസിലിനോട്ട് പറ്റും. ടിക്കൂസിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവന് വിസിലിനോട്ട് പറ്റും. അവൻ നല്ല ഹൈപ്പിച്ച് അവന് പറ്റും. അപ്പം അവന് വിസിലിനോട്ട് സൂപ്പറായിട്ട് പറ്റും. കണ്ട കയ്യിൽ വലിയ ഉണ്ടയൊക്കെ വെച്ചിട്ട് പോവുകയാണ്. തോൽവി സമ്മതിക്കൂ നീക്കില്ലേ, തോൽവി സമ്മതിക്കൂ. ആ മണ്ണിന് ഞാൻ ഇനി ചവിട്ടൂല. അശുദ്ധമായ മണ്ണ് അച്ഛനെ കൊണ്ട് ഓദിപ്പിക്കണോ ഇനി. ഓ പിന്നെ മഴ വന്നു. വർഷം ഓക്കെ ശരി ശരി. ഇവിടെ 2 കപ്പിൾസ് നിൽക്കുകയാണ്. കപ്പിൾസ് ബോട്ടൊക്കെ ഉണ്ടല്ലോ. അതിപ്പോ ഇല്ലേ? ഇവിടെ തന്നെ വേറെ കടലൊന്നും ഇല്ല ഇവിടെ. തീർന്നില്ലെന്നു ആയിരിക്കും. ഞാനുണ്ടോ ദാറ്റ്സ് ദ ക്രാബ്. അതിന്റെ കുഴിയിടാതെ കയറിപ്പോയിടി. ചാടി വന്നു ഞാണ്ടല്ലേ ഇവിടെ ചലന്തി. ദിസ് ഈസ് ദ നേച്ചർ ബ്യൂട്ടി. നമ്മൾ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോഷൂട്ട് എടുക്കാവുന്നത്. ശരിയാ. കണ്ട ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്താ നീ ഇത്ര ക്രൂവല്? മഴ പെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ കപ്പിൾസ് ഒക്കെ ഉണ്ട്. എന്താ ഡിക്കൂസ്? എന്ത് കളിക്കണോ? എന്നെടുത്ത് വെള്ളത്തിരട്ടാ ഞാൻ. അല്ല എന്നെ നമുക്ക് നോക്കിയാൽ കൊള്ളാം. മടുക്കുന്നെങ്കിൽ ഇവിടെ ഇരിക്കാം. നല്ല മഴയില്ല. എല്ലാരും ഓടുകയാണ്. ഓക്കെ ഇവിടെ മഴയില്ല. എന്നെ എടുക്കാനല്ല. അല്ല എന്തോ എന്റെ വൈഫോ പാമ്പൊക്കെ കാണും. ഹസ്ബൻഡ് അല്ലേ? ഒറ്റ മാർഗമുള്ളു. ഇതും ഒരു മാർഗമാണ്. ഇതും ഇതിന്റെ അടിയിലോട്ട് തലയിട്ടോ. മതി. ഷോള് ഞാൻ കണ്ടില്ല. ഇവിടെ പൊക്കോള 2 പാലം മാത്രമേ പക്ഷെ എന്നാലും നനയുന്നത് അവിടെ കണ്ട ഫോഗി ആയിട്ടിരിക്കണം. നമുക്ക് എപ്പോഴും Yo, it's raining here. It's raining, baby. നമ്മുടെ ഡേറ്റ് വെള്ളത്തിലായി. Oh my god. ചുമ്മാ മഴ തന്നെ നല്ല ഊഴാണ്. കോഴി നനഞ്ഞിരിക്കുന്ന പോലെ കണ്ട. എടി ഇത് കണ്ട നല്ല വ്യൂ അല്ലേ ഇത്? നോക്ക്. ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കായിരുന്നു. കണ്ട നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട്
അയ്യോ അത് ഫോക്കസ് ഇവിടെ വരണം. ദാണ്ട ഇവിടെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു. ഇവിടെ ഞണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോ മഴ തീർന്നടേ. നമ്മൾ പോകുന്ന നേരമായപ്പോൾ മഴയായിരുന്നു. ഇത്രയും നേരം അവിടെ ഒരു കാര്യമില്ലാതെ മഴയായിരുന്നു. പോട്ട് നന്നു നമ്മുടെ എടി അവരെല്ലാരും പോയിട്ട് നമ്മളെ ഇട്ടിട്ട് അതാണ് നമുക്ക് പതുക്കെ പോ വായി നോക്കിയൊക്കെ പോ. നമ്മൾ രണ്ടുപേരും കപ്പിൾസാണ്. നമ്മൾ വേറെ ആരെയും വായി നോക്കാൻ പറ്റില്ല. നമ്മൾ നമ്മളെ വായി നോക്കാറ്. നമ്മുടെ ചേച്ചിയാണ്. ഓക്കെ പൊളി നല്ല രസമുണ്ട്. നല്ല എഫക്റ്റ് ഉണ്ട്. ഓക്കെ റെഡി ഞാൻ ഓണായിടി. നിഖിലിന്റെ ഒരു നല്ല പുതിയ കണ്ടുപിടുത്തം മുള്ളൻപന്നീനെ പോലെ ന്യൂ ഹെയർ സ്റ്റൈൽ. ന്യൂ ഹെയർ സ്റ്റൈൽ എന്താ നല്ല രസമുണ്ട്. മുള്ളൻപന്നിയുടെ പോക്കുപ്പായിണ്ട്. എന്തുവാണ് ഇട്ടത്? പോക്കുപ്പായിന്റെ പയ്യണ്ട. ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യും. മുള്ളൻപന്നിയുടെ ഇംഗ്ലീഷ് നാമം മുള്ളൻപന്നിയല്ലേ? പോർക്കുപ്പൈന. അങ്ങനെ കണ്ട നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ട് ഷൂട്ടിംഗ് ഇല്ലായിരുന്നോ? മറ്റേ ഇല്ലല്ലോ അങ്ങനെ ഒന്നര അരിഷ്ടം സുരേഷ്. ഓ ഉപ്പുമുളകിലല്ല തോന്നുന്നു. എനിക്ക് ചപ്പലിട്ടിട്ട് വേദനിക്കുന്നു. ഫ്ലൈങ് കിസ് കൊടുക്കാം നമ്മുടെ വ്യൂവേഴ്സിന്. നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റില്ല. അയ്യോ നിങ്ങളിപ്പോ പോവോ? 5 മണിയായി. 5 മണി കഴിയുമ്പോഴാ? എത്ര മണിയായി? 4 മണി. എന്റെ ഫോൺ എവിടെയാ? എന്റെ ഫോൺ ശിവന്റെ കയ്യിൽ. നിന്റെ മമ്മി പാവാട ഷൂട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ എത്തി. ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ച ബൈക്കാണ് ജങ്കുക്ക് വാങ്ങിച്ച ബൈക്ക്. എടാ ജങ്കുക്ക് ഇപ്പം ശിവളിൽ നിന്ന് വന്ന് എന്നെ ഡിവോഴ്സ് ചെയ്തിട്ടോ? അല്ല ഇവളെ ഇനി കല്യാണം കഴിക്കുന്നു. ജങ്കുക്ക് പറഞ്ഞാൽ ആദ്യം ഒരു ഗേളിനെ കല്യാണം കഴിക്കും. കാരണം എനിക്കിങ്ങനെ ഒരു എന്താ പറയാ എന്തോ ഒരു ശാപോ എന്തോ ഉണ്ട്. അപ്പൊ ഗേളിനെ ആദ്യം കല്യാണം കഴിച്ചിട്ട് അതാണ്. അപ്പൊ ആദ്യം ഒരു ഗേളിനെ കല്യാണം കഴിച്ചിട്ട് പിന്നെ ബോയിനെ കല്യാണം കഴിക്കണം. അപ്പൊ അതുകൊണ്ട് ആ ശാപം തീർക്കാൻ വേണ്ടി ഇവിടെ കല്യാണം കഴിച്ചിട്ട് അപ്പൊ എന്റെ ജീവിതം കൊണ്ട. അല്ല നീ വേറെ പിന്നെ ആരെങ്കിലും കല്യാണം കഴിക്കണം. അങ്ങനെ പിന്നെ ജങ്കുക്ക് ഇപ്പൊ പുറത്തിരിക്കുക അല്ലേ? പുറത്ത് കഴിക്കല്ലേ? ബൈക്ക് എടുക്കാതെ എന്തുവാ ജസ്റ്റ് ഒന്ന് എന്തുവാ കേട്ടാ ജങ്കുക്ക് എടുത്ത ബൈക്ക് കിട്ടില്ല ബൈക്കല്ലേ? ഈച്ചയുടെ മുഖം പോലെ അല്ലേ? ഇല്ല നമ്മുടെ എന്താ ഈച്ച കണ്ണിന്. അപ്പൊ എന്തോന്ന് നമ്മള് ചെമ്പരത്തി പൂ കിട്ടി വഴിന്ന്. കണ്ടു ചെമ്പരത്തി നമ്മൾ ചെമ്പരത്തി പൂ വഴിന്ന് കിട്ടി. അങ്ങനെ ആക്ഷേപിക്കരുത് ആൻറ്റി. നല്ല ചേർച്ച കണ്ട നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമില്ലേ? നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കുറെ ഫോട്ടോ എടുത്ത് ചെമ്പരത്തി പൂ വെച്ചിട്ട് നമ്മൾ കുറെ ഫോട്ടോ എടുത്ത്. ഇപ്പൊ എല്ലാം പിടിച്ചിട്ടിരുന്നു. അത് കാണിച്ചു കൊടുത്തായിരുന്നോ? എന്റെ പുതിയമ്മയുടെ ചേച്ചി എടുത്തത്? എന്റെ പുതിയമ്മയുടെ ചേച്ചി എടുത്തത് കാണിച്ചായിരുന്നോ? അയ്യോ എന്ത് തോന്നുന്നു നോബി? വളരെ സങ്കടം തോന്നുന്നു. ഹാപ്പി ആൻഡ് സാഡ്.
പോകുന്നു അവർ.